സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലത്തിലെത്തിയ കെ മുരളീധരന് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൻ വരവേൽപ്പ്. നൂറുകണക്കിന് പ്രവർത്തകരാണ് മുരളീധരനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് തുറന്ന വാഹനത്തിൽ ആരംഭിച്ച റോഡ് ഷോ DCCയിൽ സമാപിച്ചു. ശേഷം മുരളി മന്ദിരത്തിലെത്തി മാതാപിതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടിയാണ് പോരാട്ടം ആരംഭിക്കുന്നതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. 12:30 തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കെ മുരളീധരന് വലിയ സ്വീകരണമാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഒരുക്കിയത്. ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിയ മുരളീധരനെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു. തുടർന്ന് തുറന്ന വാഹനത്തിലുള്ള റോഡ് ഷോ. സ്വരാജ് റൗണ്ട് ചുറ്റി റോഡ് ഷോ നേരെ DCCയിലേക്ക്. DCCയിലെത്തിയ കെ മുരളീധരനെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചു. ശേഷം പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി പിതാവ് കെ കരുണാകരന്റെയും മാതാവ് കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ കെ മുരളീധരൻ പുഷ്പാർച്ചന നടത്തി. മാതാപിതാക്കളുടെ അനുഗ്രഹമുണ്ടാകുമെന്നും ഒരു മതേതര സർക്കാരിന് വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കെ കരുണാകരന്റെ മൂല്യങ്ങളെല്ലാം കാത്തുസൂക്ഷിച്ചവരായിരുന്നു മക്കൾ. എന്നാൽ ഇപ്പോൾ അതിൽ ഒരു വിടവുണ്ടായിരിക്കുന്നുവെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടിയ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആ ആശയമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ പറ്റുന്നത്. ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ അല്ല, ഒരു മതേതരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൻ്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ വിജയം എന്നത്. എന്നും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ. ഇന്ന് അവിടെ ചെറിയൊരു വിടവുണ്ട്. കെ മുരളീധരൻ കൂടി കളത്തിലിറങ്ങിയതോടെ തൃശൂരിലെ മത്സരം നിർണായകമാവുകയാണ്. ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മണ്ഡലത്തെ വലിയ പ്രതീക്ഷയോടെയാണ് സ്ഥാനാർത്ഥികളും നോക്കിക്കാണുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.